ഒരിടം എന്നുള്ള ഒരു വലിയ പ്രൊജക്റ്റിനോട് നമ്മുടെയൊക്കെയും എന്തെങ്കിലും ചെറിയ എഫർട്ടുകളൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. നമുക്കൊരു പാട്ട് കേൾക്കാം പ്രിറ്റിയുടെ. ഒരെണ്ണം കൂടെ. മടുത്തോ? ഇല്ലല്ലോ. യെസ്. പ്രിറ്റി ഭയങ്കര ഇഷ്ടത്തോടെ പാടാൻ പോകുന്ന ഒരു പാട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു പാട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇത് പാടട്ടെ, ഇതെനിക്ക് ദിസ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാട്ട് ഉറപ്പായിട്ടും കേൾക്കാം മോളെ. യെസ്.
താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വി ആർ അണ്ടർ സച്ച് എ ഗ്രേറ്റ് പ്രൊവിഡൻസ് എന്നുള്ളത് അല്ലേ. പ്രിറ്റി പാട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. മാരിയത്ത്, എനിക്ക് സ്പെഷ്യലായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ദ വേ യു ക്യാരി യുവർ സെൽഫ്, ദ വേ യു പ്രസൻറ്റ് യുവർ സെൽഫ് ഇസ് റിയലി അമേസിങ്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇങ്ങനെ നല്ല മൊഞ്ചത്തിയായിട്ട് വരാനുള്ള കാര്യം എന്താണ്? എപ്പോഴും ഇങ്ങനെയാണോ? താങ്ക് യു. തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? യെസ്, താങ്ക് യു. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ക്രീനകത്തെ. വരാം ഞാൻ ഈ നോട്ടത്തെക്കുറിച്ച്. അതിലൊന്നുമില്ല. ഏറ്റവും നമുക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അത്ര ആളുകൾ കേൾക്കാനും കാണാനും വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സന്തോഷമാണ്, അല്ലെങ്കിൽ ചിരിയാണ്. നമുക്ക് പല മൂഡുണ്ടാവും. ആരും പ്രയാസങ്ങളില്ലാത്തതോ പ്രശ്നങ്ങളില്ലാത്തതോ ഒന്നുമില്ല. നമ്മളെ മൂഡ് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ തന്നെ ചില സമയത്ത് നമ്മളെ വേറെ കോലത്തിലൊക്കെ ആക്കും അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ പല പല സാഹചര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ മാറാറുണ്ട്. പക്ഷെ നമുക്കിഷ്ടപ്പെട്ടവരുടെ മുന്നിൽ നമ്മളെപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കിഷ്ടപ്പെട്ടവരുടെ മുന്നിൽ ഏറ്റവും മനോഹരമായിട്ടിരിക്കും. എനിക്കെല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള ആളുകളുടെ മുന്നിൽ എപ്പോഴും ചിരിച്ചിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. എൻ്റെ പ്രയാസങ്ങൾ മറക്കുന്നതും ഞാൻ എല്ലാം മറക്കുന്നത് ആ ഒരു സമയത്താണ്. എന്നോട് ഇഷ്ടത്തോടെ ആളുകൾ പെരുമാറുമ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഞാൻ ഇവിടെ വന്നെന്ന്. എനിക്ക് പോളച്ചനെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളത്. അച്ഛൻ എൻ്റെ ഏറ്റവും ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല, അച്ഛൻ്റെ ചിരി എന്ത് മനോഹരമാണ്, എന്ത് രസമാണ് ചിരിക്കുക കാണാൻ. സത്യം, ഞാനൊരു കയ്യടിക്ക് വേണ്ടില്ല, അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. നമ്മൾക്കൊക്കെ കുറേ പല സ്വഭാവങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആളുകളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നത് ഈ പ്ലസൻ്റായിരിക്കുന്നതാണ്. നിങ്ങൾ എന്നെ കാണുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഞാനിത്ര സുന്ദരിയായിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ എപ്പോഴും ആളുകളുടെ മുന്നിൽ എപ്പോഴും പ്ലസൻ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കും ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. എനിക്കൊരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവാണ് ഞാൻ. പക്ഷെ മറ്റുള്ളവരെ കാണുമ്പോൾ, എനിക്കിഷ്ടമുള്ളവരെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അതാണ് എനിക്ക് കൊടുക്കാനുള്ളത്, അതാണ് എൻ്റെ സന്തോഷം. അത്രയേ ഉള്ളൂ. യെസ്, താങ്ക് യു. ഇവർ 3 പേരുടെയും ചിരി ശ്രദ്ധിച്ചോ? എത്ര മനോഹരമായിട്ടാണ് അവർ ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ചെറിയ വെല്ലുവിളിയായിട്ട് കൂടി എടുക്കാമെന്ന് തോന്നുന്നു. നമുക്കും ഉണ്ട് ചിരിയൊക്കെ. അത് ഇത്രയും ഇഫക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് തോന്നുന്നു. വളരെ പ്രിറ്റിക്ക് എല്ലാ കാര്യങ്ങൾക്കും അവളുടെ അപ്പയും അമ്മയും കൂടെ വേണമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും, A to Z കാര്യങ്ങൾക്ക് കൂടെ വേണമായിരുന്നു. എന്നാൽ ബെനീറ്റ എന്നൊരു സുഹൃത്ത് പ്രിറ്റിക്കുണ്ട്. പ്രിറ്റി, ബെനീറ്റ എന്ന സുഹൃത്തിനെ കുറിച്ചൊന്ന് പറയാമോ? എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആ ഒരു കൂട്ടുകാരി വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ജീവിതത്തിലേക്ക് വരുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ബെനീറ്റയെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള എൻ്റെ പപ്പയും അമ്മയെക്കുറിച്ചാണ്. ഇപ്പോഴും എപ്പോഴും 2 കണ്ണുകളായി ഇടത്തും വലത്തും ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അപ്പോൾ ഒരു സെക്കൻഡ് മോളെ, പ്രിറ്റിയുടെ അമ്മ ഇവിടെയുണ്ട്. നമുക്ക് പ്രിറ്റിയുടെ അമ്മ ഒന്ന് ജസ്റ്റ്, അമ്മ യു ഡിസേർവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഏറ്റവും ഫ്രണ്ടിലുണ്ട് അമ്മ. അച്ഛന്മാരിരിക്കുന്ന ആ ഒരു സൈഡിലുണ്ട്. ക്യാൻ വി ഓൾ സേ ലവ് യു അമ്മ? ക്യാൻ യു ഓൾ സേ ലവ് യു മമ്മി? യെസ്, താങ്ക് യു. യെസ് മോളെ. അപ്പോൾ ബെനീറ്റ ശരിക്കും ഞാൻ കോളേജ് ടൈമിലാണ് ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജനനം 3 വയസ്സ് തൊട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. ഞാൻ മുംബൈയിലാണ് ജനിച്ചത്. അവിടുന്ന് 5ാം ക്ലാസ് വരെ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന്, അസിസി ബ്ലൈൻഡ് സ്കൂൾ കോട്ടയത്ത് നിന്ന് ബ്രെയിൽ ലിപി പഠിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ മുംബൈയിലെത്തി.
ഒരുപാട് മുംബൈയിലെത്തിക്കഴിഞ്ഞു എന്താ ഒരുപാട് പ്രോഗ്രാമുകളിലും ടാലൻറ്റ് കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. അതിലൂടെയൊക്കെയാണ് എനിക്ക് പോളച്ചനെ പരിചയം. അച്ഛൻ്റെ ഒരു വലിയ സപ്പോർട്ടാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. +2 വരെ ഞാൻ മുംബൈയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഒരു ബിഗ് ചലഞ്ച് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള കുട്ടികളോടൊപ്പം പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊരു ഭയമാണ് എങ്ങനെ പെരുമാറണം, അല്ലെ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു തരം ഭയം, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും എന്നോട് സംസാരിക്കാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ബിനീറ്റയുടെ ഒരു കടന്നുവരവെന്ന് പറയുന്നത്. ഞാൻ ഡിഗ്രി 1-ാം വർഷം കോളേജിലെത്തി. അവൾ എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ അടുത്ത് എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ എല്ലാ കാര്യത്തിനും എൻ്റെ മമ്മിയെയും പപ്പയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇവൻ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബിനീറ്റയാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, തനിയെ എല്ലാം ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എന്നെ കൊണ്ട് പഠിപ്പിച്ചതും, എനിക്ക് വേണ്ടിയിട്ട് പല യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവൾ തന്നെ അവളുടേതായ രീതിയിൽ എന്നെ കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് കൊണ്ടുവന്നു. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു കണ്ണെന്ന പോലെ എന്നെ പ്രവർത്തിച്ചു. എന്നെ എല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ നിന്നു. പാടാനാണെങ്കിലും എൻ്റെ ഒപ്പം ഇരുന്ന് പാട്ടിന് ലിറിക്സ് എഴുതി തരിക, എല്ലാം എങ്ങനെയാണ് ഒരു നോർമൽ ആൾക്കാരോടല്ലേ ഇടപെടേണ്ടത്, ഇടപെടുന്ന അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സിൽ ഒരാളായിട്ട് തന്നെ എന്നെ കണ്ടു. ഫ്രണ്ട്സിനല്ല, ഒരു സഹോദരിയായിട്ട് എന്നെ കണ്ടു, ചേർത്ത് പിടിച്ചു. ഇപ്പോഴും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ അവൾ എൻ്റെ ഒപ്പം, ഞാനുണ്ട് കൂടെ എന്ന് എപ്പോഴും ധൈര്യമേകുന്ന ഒരാളാണ് ബിനീറ്റ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ പപ്പയ്ക്കും മമ്മിക്കും അപ്പോൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ബിനീറ്റയും എനിക്ക് ആ ഒരു ലിസ്റ്റിൽ പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് അവളെപ്പറ്റി സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കവിത മാമിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വി ലവ് യു ബിനീറ്റ ഓൾസോ. കൃഷ്ണ, സ്നേഹം, പ്രണയം, യാത്ര, വായന, ഇതിലേത് ചൂസ് ചെയ്യും? പ്രണയം എന്ന ടീച്ചറെ ചൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ? എന്നെ, മാരിയത്തനെ, പൃഥ്വിയെ, ടീച്ചറെ, ഇവരെ എല്ലാവരെയും ജീവിപ്പിക്കുന്നത് ഒരു പ്രണയമാണ്. അതെന്തെങ്കിലും എന്താകും? ശരിക്കും എനിക്ക് എന്നോടുള്ള പ്രണയമാണ് ടീച്ചറെ സ്നേഹത്തോടെ ടീച്ചറെ എന്ന് വിളിക്കാൻ സഹായിക്കുന്നത്. എനിക്ക് എന്നോടുള്ള പ്രണയമാണ് എന്നെ വായിപ്പിക്കുന്നത്. എനിക്ക് എന്നോടുള്ള പ്രണയമാണ് എന്നെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് എന്നോടുള്ള പ്രണയമാണ് എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് പങ്കിട്ടു കൊടുക്കാൻ കഴിയുന്നത്. ജീവിത നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രണയമാണ്. ദാറ്റ്സ് ഇറ്റ്. നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, പ്രണയിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ പ്രേരിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും. യെസ്. ഇവർ 3 പേർക്കും യാത്ര ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് കാണുന്നൊരു കാഴ്ചയുണ്ട്. കൂട്ടിലെ വോളണ്ടിയേഴ്സ്, ഇങ്ങനെ ചലനത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൂട്ടുകാരെ ചേർത്ത് നിർത്തി അവർക്ക് കടൽ തീരത്ത് പോകണം, അല്ലെങ്കിൽ ഒരു അരുവിയിലെ വെള്ളത്തിൽ കാല് താഴ്ത്തി ഇരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ എടുത്തു കൊണ്ടുപോകുന്നത്, കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, കാട്ടിലൂടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ, ആ കാട്ടിലെ ഒരു വായു ശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനായിട്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാർ
ഈ കൂട്ട് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. അതിലുള്ള ചിലരൊക്കെ ഇതാ ദാസൊക്കെ മുന്നിലുണ്ട്, ഋഷികേശൊക്കെ ഇതാ നോക്കൂ സമയാസമയത്ത് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? എനിക്കപ്പുറം മറ്റൊരാളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുറേ പേരുടെ ഒരു കൂട്ടായ്മയാണ് കൂട്ട്. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഭാഗമാകാമെന്ന് വിചാരിക്കുന്നു. കൂട്ടിൻ്റെ ത്യാഗതയും തന്നെ അതന്നെ, കൂടെയുണ്ട് കൂട്ടുന്നുണ്ട്. കൂടെ ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നത് ഒറ്റയ്ക്കാണ്. പക്ഷേ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് പൃഥ്വി പറഞ്ഞതുപോലെ, മരിയത്ത് പറഞ്ഞതുപോലെ ആരൊക്കെയോ ഒപ്പമുണ്ട്, നിനക്കൊപ്പം, ഐ എം ഹിയർ ഫോർ യു എന്ന് പറയാൻ ഒരാൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അന്നേ നമുക്കൊന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ടീച്ചറെ. ലോകത്ത് ഏറ്റവും ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലുണ്ടാവുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അൺകമ്പയറബിളായ ഒരു പെയിനാണ്. മറ്റൊന്നിനെ വെച്ച് താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ സങ്കടമാണ്. ആ സങ്കടത്തെ ഇല്ലാതാക്കുന്നവനാണ് യഥാർത്ഥ ഈശ്വരൻ. ഈശോ പഠിപ്പിച്ചത്, ജീസസ് പറഞ്ഞത് അത് തന്നെ. കൂട്ടം തെറ്റിപ്പോയ ഒരു കുഞ്ഞാലിനെ തേടിപ്പോകുന്നവനല്ലേ യഥാർത്ഥ ആട്ടിടയൻ. ഒറ്റയ്ക്കായി പോകുന്നവനെ ചേർത്ത് പിടിച്ച് ഒന്ന് തോളിത്തട്ടി ഞാനുണ്ടടാ കൂടെ എന്ന് പറയുന്നവനാണ് ഈശ്വരൻ. യെസ്, ഈ കൃഷ്ണ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ എന്നെ നാണം കെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഒട്ടും അന്വേഷിക്കാതെ, ഞാൻ അങ്ങോട്ട് വിളിക്കലോ മെസ്സേജ് ചെയ്യലോ ഒക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, ടീച്ചറെ സുഖമാണോ, വെറുതെ എങ്കിലും ഒന്ന് അന്വേഷിക്കും. കൃഷ്ണ, ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ലവ് യു ഒരുപാട്. അതിനകത്തൊരു ചെറിയ സ്വാർത്ഥതയുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു പാട്ട് പാടി അയക്കും. ടീച്ചർ വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. പ്രത്യേക പാട്ട് ഞങ്ങളുടെ കൂടെ കേൾപ്പിച്ചു. ടീച്ചർ ഒരു 2 വരി പ്ലീസ്. ടീച്ചർ പ്ലീസ് 2 വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. യെസ്, ടുവേർഡ്സ് ദി എൻഡ് ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് തന്നെ നമ്മൾ എത്തുകയാണ്. ഭിന്നശേഷിയുള്ള വ്യക്തികളോട് സമൂഹത്തിൻ്റെ ചില നിലപാടുകൾ എങ്ങനെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജെൻസി എത്രയോ ഭേദമാണെന്ന്. യെസ്, നിങ്ങളെല്ലാവരും ഒരുപാട് എംപത്തറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ ജെൻ എക്സും മില്ലനിയൽസും ഒക്കെ പരമാവധി അതിന് സിമ്പത്തറ്റിക് ആവാനായിട്ട് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതോ ഞാനീ പറയുന്ന ഒരു കഥ മാത്രമാണോ? അതിനെപ്പറ്റി സംസാരിക്കാമോ? പ്രിറ്റി മോളിൽ തുടങ്ങാം. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഭിന്നശേഷിയുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ? ഇങ്ങനെ അയാൾ നന്നായിരുന്നു എന്നെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? തീർച്ചയായും. ആദ്യമേ തന്നെ അവർ കാണുന്ന കാണുന്ന ഒരു കാഴ്ചപ്പാട്, അതാണ് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഭിന്നശേഷി ഒരാൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ വടി പിടിച്ച് കെയിൻ വെച്ച് തനിയെ നടന്നു പോവാണ്. അപ്പോൾ ജസ്റ്റ് നടന്നു പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു സിമ്പതിയോടെ നോക്കാതെ, മറിച്ച് അവർക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡോടെ വേണം നമ്മൾ കാണാൻ. അതിന് എനിക്ക് ശരിക്കും യങ്സ്റ്റേഴ്സ് അതിന് ഒത്തിരി ഭയങ്കര ഒരു എംപത്തറ്റിക് മൈൻഡോടെ ചിന്തിക്കുന്ന ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കൂടുതലും പ്രായമുള്ളവർക്കാണ് ഭയങ്കര കൺസേൺ ആണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും, ഒരു വിരൂപ ജീവി നിൽക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. എൻ്റെ അടുത്ത് മമ്മിയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പം മറിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ജസ്റ്റ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, മറിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് കുറച്ചുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത് അല്ലാതെ സിമ്പത്തറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ ഒരിക്കലും അവരെ ഒരിക്കലും നേരെ അവരെ സന്തോഷിപ്പിക്കില്ല, മറിച്ച് അവർക്ക് കൂടുതൽ ദുഃഖം വരുത്തതേ ഉള്ളൂ. കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് തോന്നും. നമുക്ക് ഫങ്ഷൻസിലൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫങ്ഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും
അയ്യോ വയ്യല്ലോ എന്ത് ചെയ്യും, നമ്മളെ ഒരു കോർണറിൽ ഇരുത്തുക, അതൊക്കെ മാറ്റം വരണം. സമൂഹത്തിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഈ എംപത്തറ്റിക് മൈൻഡിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. വി ആർ ഇൻ ദ പാത്ത് ഓഫ് പെർഫെക്ഷൻ എന്നുള്ള ഒരു കാര്യം മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരാൾ പോലും നമ്മളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്ത് വെക്കാനായിട്ട് കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. പക്ഷേ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പം ഒരിക്കലും സിമ്പത്തറ്റിക്കായിട്ട് ചിന്തിക്കാതെ എമ്പതിയോടെ ആൾക്കാരെ കാണുക, അവരോട് സംസാരിക്കുക, നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും അവർക്ക് ഏറ്റവും സന്തോഷമേകുന്ന ഒരു നിമിഷം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. മാരിയത്ത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പലരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ ചുറ്റിനും ചെയ്തു തന്നിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ നടക്കുന്ന വഴികൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എപ്പോഴും ഞങ്ങളെ എന്ന് മാറ്റി നിർത്തുന്നൊരു വിഭാഗം തന്നെയാണ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടുള്ളത്. ഉദാഹരണമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരാൾ ഒരു വീൽ ചെയറിലൊന്ന് ഇരുന്ന് നോക്കിയാൽ മതി, ഈ വീൽ ചെയർ എത്രത്തോളം ദൂരം പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ എത്രത്തോളം ബാത്റൂം സൗകര്യങ്ങൾ പുറം നാട്ടിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ വീൽ ചെയർ എത്ര ദൂരത്തോളം പോകാൻ പറ്റുന്നുണ്ട്, എത്ര ഷോപ്പിൽ പോകാൻ പറ്റുന്നുണ്ട്, ഏത് തിയേറ്ററിൽ പോകാൻ പറ്റുന്നുണ്ട്. ഒരു ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആ വീൽ ചെയർ ഉപയോഗിച്ച് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തു തന്നു എന്നാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. നിങ്ങളും ഞങ്ങളും ഒന്നാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന വഴികൾ ഞങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റണമെന്ന് മാത്രം നിങ്ങളിൽ മാറ്റം വന്നാൽ മതി. അത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കാണുന്ന വഴികൾ ഞങ്ങൾക്കും ഉള്ളതാണ്. ഇപ്പോൾ പ്രീറ്റി പറഞ്ഞതുപോലെ അവർ ആ ഇത് വെച്ച് നടക്കുമ്പോൾ ഒന്ന് പിടിച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ വീൽ ചെയറിൽ പോകുന്നത് കാണുമ്പം നിങ്ങൾ സഹതാപത്തോടെ നോക്കുന്നതിന് പകരം ചിലപ്പോൾ ഒന്ന് വീൽ ചെയർ ഉന്തി തന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് വന്ന് സംസാരിച്ചാൽ മതി. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പം ഞങ്ങൾക്ക് തോന്നില്ല. ഒക്കെ മാറി നിന്ന് വീക്ഷിക്കുന്നതിന് പകരം, മാറി നിന്ന് എന്തോ ഒരു വിചിത്ര വസ്തുക്കളെ കാണുന്നതിന് പകരം നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്താൽ അത്രയും സന്തോഷം തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും നിങ്ങളിൽ നിന്ന് കിട്ടാവുന്ന പരിഗണന, സ്നേഹം, സന്തോഷം. യെസ്, മാരിയത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കൃഷ്ണയുടെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെയും ഒരു സുഹൃത്താണ് അനുമോൾ വീട് പണിതപ്പോൾ ചെയ്തൊരു കാര്യം. നമ്മളൊക്കെയും ഇനി വീട് പണിയുമായിരിക്കും. അപ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യം അനുമോൾ ചെയ്തിട്ടുണ്ട്. ആ വീടിന് ഒരു റാമ്പ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ആർക്കും അവിടെ എത്താൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തിരിക്കുന്ന കാര്യമാണ്. കൃഷ്ണ. അതെ, ചോദിച്ച ചോദ്യം ഭയങ്കര രസമാണ്. അതൊരു പ്രതീക്ഷയാണ്. ഞാനൊരു കുഞ്ഞ് അനുഭവം പറയാവേ. എൻ്റെ കസിൻ്റെ മകൾ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു അസൈൻ ചെയ്തു. സ്കൂളിൻ്റെ ചിത്രം വരച്ചു, ഒരു റാമ്പ് വരച്ചു കുട്ടി. അപ്പോൾ അധ്യാപിക ചോദിച്ചു, ഇത് എന്തിനാണ്? അപ്പോൾ കുട്ടി പറഞ്ഞത് ടീച്ചർ കയറിപ്പോകാനാണ് ടീച്ചറെ എന്നാണ്. കുഞ്ഞുങ്ങൾ അത്രയും പ്രതീക്ഷ തരുന്നുണ്ട്. ജെൻസയും ജെൻ ആൽഫയും ഒക്കെ പ്രതീക്ഷയാണ്. ശരിക്കും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. ശരിക്കും നമ്മളൊക്കെ ഇപ്പം പൃഥ്വിയായാലും മാരിയത്തായാലും ഞാനുമൊക്കെ നിരന്തരമായ സമരത്തിലാണ്. ജീവിക്കാനുള്ള നിരന്തരമായ സമരമാണ്. ഈ വരുന്ന തലമുറയ്ക്ക് ഈ ഒരു സമരത്തിന് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വേണ്ടി വരുന്ന എന്നുള്ളതാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ഭയങ്കര രസമാണ് ടീച്ചറെ. ഇവൻ നമ്മുടെ ആളുകൾ പറയുന്ന കണക്ക് അവരെ അത്ര മോശമൊന്നുമല്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എന്നെങ്കിലും ഞാനൊന്ന് ഇവിടെ വന്നിരിക്കുന്നേ. യെസ്, നമ്മൾ
ഈ ഒരു വർത്തമാനത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻസും, ഇവരോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സമയമായിട്ട് ഉപയോഗിക്കണം. വിശപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എങ്കിൽ പോലും നിങ്ങളുടെ ഓരോ കമൻറ്റും ഇവർക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതായിരിക്കുമെന്ന ഒരു ചിന്തയോടെ ഒരു Q&A സെഷനിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അച്ഛന്മാർക്കും ചോദിക്കാം, ഏതാ അച്ഛന്മാർക്കും ചോദിക്കാം. ചോദ്യങ്ങൾക്കപ്പുറം ഈ ഒരു സെഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തോന്നിയ കാര്യങ്ങളും ഷെയർ ചെയ്യാം നമുക്ക്. യെസ്. ഈ ഒരു മർത്തോമ സ്റ്റുഡൻറ്റ് കോൺഫറൻസിൻ്റെ ഭാഗമാകാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഇത്തവണ വരികയും ഈ 3 പേരുടെ ഈ ഒരു പുഞ്ചിരിയുടെയും ഈ ഒരു സദസ്സിൻ്റെയും ഭാഗമാകാൻ സാധിച്ചതിൽ ദൈവത്തോടുള്ള നന്ദി പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരുടെ ചിരിയാണ് ഞാൻ മാറി 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 നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും കയ്യിലൊരു ചെറിയ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ കിട്ടണമെന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം. എന്നാൽ ഇവർക്ക് 3 പേർക്കും കിട്ടുന്ന അറ്റൻഷൻ അവർ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് എനിക്ക് അവരോട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്. കാരണം അവർക്ക് സിമ്പത്തി ഉപയോഗിക്കാം, എമ്പതി ഉപയോഗിക്കാം, മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്ത് രീതിയിൽ ഉപയോഗിക്കാമെങ്കിലും അത് കറക്റ്റായിട്ട് ഈ ഒരു വേദിയിൽ അവർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന സമയം കറക്റ്റായിട്ട് യൂസും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്നും മുമ്പോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പേര് പറയോ? പേരൊന്ന് പറയാമോ? പ്രവീണ വിൽസൺ. പ്രവീണ. താങ്ക് യു പ്രവീണ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സ്റ്റുഡൻസ് കോൺഫറൻസ് ആയതുകൊണ്ട് സ്റ്റുഡൻസ് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഒരു 3 ലൈൻ എഴുതി, അത് അച്ഛനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. കണ്ണൻ സാർ, ഞങ്ങളിപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾ വലിയവരായതിനു ശേഷം മറ്റുള്ളവർക്ക് തണലൊരുക്കാമെന്നാണ്. മാരിയറ്റ് മാഡം, ഈ സെഷൻ കഴിഞ്ഞ് താങ്കളുടെ അടുത്തേക്ക് ഓടി വന്ന് മാരിയറ്റ് മോളെ എന്ന് വിളിച്ച് ഒരു ഉമ്മ തരണമെന്നായിരുന്നു വിചാരിച്ചത്. ഇപ്പോഴാണ് അറിയുന്നത് ചേച്ചി എന്ന് വിളിക്കണമെന്ന്. ദൈവകൃപയുടെ നിറകുണം, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. പ്രിയ പ്രിറ്റി, താങ്കൾ സിവിൽ സർവീസ് പരിശീലനത്തിൽ ബഹുദൂരം മുന്നിലാണ്. ഞങ്ങളിപ്പോഴും ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്നു. താങ്ക് യു. പേര് പറയോ? താങ്ക് യു സോ മച്ച്. പേര് പറയാമോ സാറിൻ്റെ? പേര് മാത്യു കോശി, കുറ്റപ്പുഴയെന്ന്. താങ്ക് യു. എൻ്റെ പേര് ആഷൻ അലക്സ് എന്നാണ്. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് AI ഫോർ ലൈഫ്, ആസ്പിറേഷൻസ് ആൻഡ് ഇൻസ്പിറേഷൻ. സോ അതിൻ്റെ 2ാമത്തെ വാക്ക് ഇൻസ്പിറേഷൻ, അതിന് ട്രൂലി പ്രൂവൻ ചെയ്തുകൊണ്ടാണ് 3 പേരും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻസ്പിറേഷനായിട്ട് വന്നതിൽ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനൊക്കെ പലപ്പോഴും സാറ് പറഞ്ഞ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഓക്കെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ എപ്പോഴും ചിന്തിക്കും. പക്ഷെ അതിനു മുമ്പ് ആദ്യമേ ഒന്ന് സ്റ്റേബിൾ ആവണം, അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം വേണം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തൻ്റെ ഒരേപോലെ തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന കണ്ണൻ സാറ്, കൃഷ്ണകുമാർ സാർ ഈസ് ട്രൂലി ആൻ ഇൻസ്പിറേഷൻ ഫോർ എവറി വൺ. ആൻഡ് ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് ടു യു സർ. ആൻഡ് മാരിയത്ത് മാം ആയാലും പ്രിറ്റി ആയാലും, പ്രിറ്റിയുടെ പാട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. യു ഹാവ് ഗോഡ് ഗിഫ്റ്റഡ് വോയിസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് മാരിയത്ത് മാം, യു ആർ ഓൾസോ എ ഇൻസ്പിറേഷൻ ടു എവറി വൺ who is here. So thank you very much. പേര് എനിക്കൊന്ന് മനസ്സിലായിരുന്നു, എന്തുകൂടെയാണ് പറയൂ? ആഷിൻ, ASHIN. ആഷിൻ, ഞാനൊന്ന് ചെറുതായിട്ട് ആഷിനെ തിരുത്തുകയാണേ. ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ചിന്തയിൽ ഒന്നും ചെയ്യുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് ഞാൻ തന്നെയാണ്. ഇപ്പോൾ ആഷിൻ്റെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആഷിനോട് ഞാൻ പറയാണ്, ആഷിനെ എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്കൊരു കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന്.
അശ്വൻ പോക്കറ്റിൽ തപ്പി നോക്കുമ്പോൾ ഒരു 200 രൂപ ഉണ്ട്. അശ്വൻ 200 രൂപ കൊടുത്തിട്ട് പാരഗണിൽ നിന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ട് അന്ന് ഞാൻ കഴിച്ച് എൻ്റെ വയറ് നിറയുന്ന സമയത്ത് എൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി കാണുമ്പോൾ വയറ് നിറഞ്ഞ എന്നെക്കാൾ മനസ്സ് നിറയുന്ന ആശനാണ് ഹാപ്പി ആവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാനൊരു തൂവലെടുത്ത് വയ്ക്കുന്നു എങ്കിൽ പോലും എൻഡ് ഓഫ് ദ ഡേ അത് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത്. അശ്വനെ നന്നായിട്ട് ചിരിക്കാനറിയാം. ആ ചിരി ഒരുപാട് പേർക്ക് സന്തോഷം തരും. അശ്വന് നാവുണ്ട്. ആ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കും. ആ മയക്ക് പിടിച്ച കൈകൊണ്ട് കൃഷ്ണകുമാരനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മുതുകത്തൊന്ന് തലോടുമ്പോൾ കൃഷ്ണകുമാരൻ്റെ ഉള്ളിലുണ്ടാകുന്ന നിറമുണ്ട്. അദ്ദേഹം ഒരേത് ഒരാളെ സഹായിക്കാൻ. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ബെനീറ്റ. ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ PG സ്റ്റുഡൻ്റാണ്. എൻ്റെ ക്വസ്റ്റ്യൻ പ്രിറ്റി മാമിനോടാണ്. ഓക്കെ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഹാദിയ എന്നവളുടെ പേര്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അടുത്ത കൂട്ടുകാരിയാണ്. ഷീ ഈസ് ഓൾസോ ബ്ലൈൻഡ്. അപ്പം വി ഓൾ ടേക്ക് കെയർ ഓഫ് ഹെർ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെയുള്ള സ്റ്റുഡൻസിന്, ബ്ലൈൻഡ് ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അക്കാഡമിക്കൽ ടെക്നോളജിക്കൽ സൈറ്റ്സ്, അങ്ങനത്തെ ടെക്നോളജിക്കൽ ഹെൽപ്പുകളെ പറ്റി മാമിനൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായും സാധിക്കും. ടെക്നോളജീസ്, നമ്മളിപ്പോൾ ഒരുപാട് ടെക്നോളജിക്കലായിട്ടാണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാൾക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ChatGPT, ഇപ്പം നമ്മൾ AI ഒക്കെ നല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പം അതൊക്കെ നമുക്ക് സാധിക്കും. നമ്മൾ എല്ലാവർക്കും ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്ക്രീൻ റീഡർ വെച്ചിട്ടാണ് പല കാര്യങ്ങളും വായിച്ച് കേട്ടുകൊണ്ടാണ് നമ്മൾ പലതും ഉപയോഗിക്കുന്നത്. NVDA, JAWS എന്ന് പറയുന്ന സ്ക്രീൻ റീഡേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പലതും കേൾക്കുകയും വായിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അതിനുള്ള ടെക്നോളജിക്കലായിട്ട് ഒരുപാട് പഠിപ്പിക്കുന്ന ഇടങ്ങളും ഉണ്ട്. ഞാൻ 6 മാസം ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് നമ്മുടെ ലൈഫ് സ്കിൽ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാത്രമല്ല ഒരു സക്സസ്ഫുൾ എംപ്ലോയർ ആവാൻ വേണ്ടിയിട്ടും എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചു തരുന്നതായ അനേക കോഴ്സുകളുണ്ട്, അനേക സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് കേരള ബ്ലൈൻഡ് സ്കൂൾ ഫോർ ദ സൊസൈറ്റി, KBSSN ആലുവയിലാണത്. എനേബിൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു NGOയും കൂടെ ചേർന്നിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു കോഴ്സാണ്. 6 മാസത്തെ ഉണ്ട്, അല്ലാതെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകളും ഉണ്ട്. തീർച്ചയായും ബെനീറ്റയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഫോണും നോർമൽ നമ്മൾ എങ്ങനെയാണോ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കും ഉപയോഗിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുന്ന ഇടമുണ്ട്. നമുക്ക് ഉറപ്പായി അതിന് ചേരാനായിട്ട് സാധിക്കും എന്നാണ് പറയാനുള്ളത്. ആൻസർ കിട്ടിയോ? എൻ്റെ നമ്പർ ഫാദറിൻ്റെ കയ്യിലുണ്ടാകും. ഞാനൊരു കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം. അവരെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെനീറ്റയുടെ ഫ്രണ്ടിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസുകളെ കുറിച്ചിട്ടൊരു ട്രെയിനിങ്ങും എൻ്റെ ഒരു ഗൈഡൻസും ഒക്കെ ചെയ്യണേ. അച്ഛൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്, വാങ്ങിച്ചാൽ മതി. ഓക്കെ, യെസ്, ഇറ്റ്സ് ഹൈ ടൈം. ഐ തിങ്ക് മീൻസ് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാനൊരു അതിക്രമം കാണിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങേയറ്റത്തിരിക്കുന്ന മനുഷ്യൻ എന്നെ ഇവിടുന്ന് വിടാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് കണിശക്കാരനാണ് കൃഷ്ണ പാടണമെന്ന് പറഞ്ഞാൽ പാടിയിരിക്കണം. നന്നായിട്ട് പാടുന്ന നിങ്ങളെല്ലാവരും ക്ഷമിക്കുകയും ചെയ്യണം. ഓക്കെ, ഈ സമയങ്ങളിലൊക്കെയും ഇവർ 3 പേരും നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഉള്ളിലുള്ള ആ ഒരു വലിയ പവറിനെ തിരിച്ചറിയാനും എന്തൊക്കെ ഫാക്കൽറ്റീസ് നമുക്കുണ്ടോ അതെല്ലാം മാക്സിമം ഉപയോഗിക്കാനും നന്നായി ചിരിക്കാനും
എത്ര പ്ലസൻ്റ് ആവാനായിട്ട് സാധിക്കുമോ അത്രയും പ്ലസൻ്റ് ആയിരിക്കാനും ഒക്കെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു 2 വരി, പക്ഷേ എനിക്ക് സ്ട്രോങ് സപ്പോർട്ട് കൂടെ തരണേ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ഓക്കെ. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാരിൽ കേടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകത്തിൽ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എൻ്റെ നെഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ. ഒറ്റക്കാര്യം. പ്രിയപ്പെട്ട ആരാധികയെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി. എന്തോ പ്രിയപ്പെട്ട ആരാധികയെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം ഈ ഒരു ഓഡിയൻസിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ വർത്തമാനത്തിന് ചേർന്നിരുന്നതിന്, കൂടെ ആയിരുന്നതിന് ബഹുമാനപ്പെട്ട തിരുമേനിമാരോടും അച്ഛന്മാരോടും എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാവരോടുമുള്ള സ്നേഹം ഷെയർ ചെയ്യുന്നു. താങ്ക് യു കൃഷ്ണ, മാരിയത്ത്, പ്രിറ്റി. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ താങ്ക് യു. ഞങ്ങളും ഒരുപാട് താങ്ക്സ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഈ ഒരു അവസരം വലിയൊരു അഭിമാന നിമിഷമാണ് സത്യത്തിൽ. ഒരുപാട് സന്തോഷം ഇങ്ങനെ നിങ്ങളൊക്കെ കാണാനും നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടാനും അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, സന്തോഷം. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജന്മദിനത്തിൽ തന്നെ നിങ്ങളുടെ ആവാനായിട്ട്. താങ്ക് യു സോ മച്ച്. അതൊരു മെമ്മറബിൾ ഡേ ആയിരിക്കും എനിക്ക്. പ്രത്യേകിച്ച് പോളച്ചനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ആദരവ് ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നൽകുകയാണ്. നമ്മുടെ സഫ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് ഈ വിശിഷ്ട വ്യക്തികളെ ആദരിക്കാം. 113ാമത് മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ആദരവ്. എല്ലാവർക്കും നല്ല കൈകളടിച്ച് ഈ വ്യക്തികളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാം. ആദ്യമായി കൃഷ്ണകുമാറിനുള്ള ഈ കോൺഫറൻസിൻ്റെ ആദരവ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ തനത് ആറന്മുള കണ്ണാടി അഭിനന്ദ സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി സമർപ്പിക്കും. കൃഷ്ണകുമാറിൻ്റെ കരങ്ങൾ നിങ്ങളാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ മാര്യത്തിനുള്ള ആദരവ് തിരുമേനി അറിയിക്കും. നമ്മളുടെ സഭയുടെ അഭിമാനം കൂടി ആയിരിക്കുന്ന നമ്മളുടെ സ്വന്തം പ്രിറ്റി. ഈ സെഷൻ ഒരു അവിസ്മരണീയമായ അനുഭവമാക്കി തീർത്ത നമ്മളുടെ സ്വന്തം കവിത ടീച്ചർ. താങ്ക് യു വെരി മച്ച് തിരുമേനി. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അവിസ്മരണീയമായ ഈ ഒരു സെഷൻ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു.